പറഞ്ഞില്ല, ഇത് എനിക്ക് അത്ര തൃപ്തി വന്നില്ല. നമ്മുടെ അവിടെ അമ്പ് പെരുന്നാളിന് അമ്പ് വയ്ക്കില്ലേ, അതേപോലത്തെ ഒരു സാധനം വാങ്ങിച്ചു. ഇവർക്കാണ് 42,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയ ആൾക്കാര് ടേസ്റ്റ് ഉണ്ടായിരിക്കും. ചൈനയിലെ കരിക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയട്ടെ. ഒരാൾ കുറേ നേരം ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന് പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് വരാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതായത് ചൈനയിലുള്ള ഒരുവിധ എല്ലാ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് മുസ്ലിം സ്ട്രീറ്റ്. അത് മാത്രമല്ല അതിന്റെ പിന്നിലേക്കുള്ള തിരക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അല്ലേ? എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. ഹായ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ നാട്ടില് ഫോറിനേഴ്സ് സായിപ്പന്മാര് പണ്ട് വരുമ്പോ നമ്മളിങ്ങനെ എല്ലാവർക്കും ഹായും ബായൊക്കെ കൊടുക്കില്ലേ, അതേപോലെയാണ് ഇവരും. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് നമ്മുടെ മുസ്ലിം സ്ട്രീറ്റിലാണ്. ഇനി ഇവിടെ ഞങ്ങളുടെ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ബിയാങ് ന്യൂഡിൽസ് ആണ്. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്, ഇങ്ങനെ കൈകൊണ്ട് തട്ടി തട്ടി ഉണ്ടാക്കുന്ന നൂഡിൽസ് ആണ് ബിയാങ് നൂഡിൽസ് എന്ന് പറയണേ. അതിന് ആ പേര് വരാൻ കാരണം അതിങ്ങനെ തട്ടി തട്ടി ഉണ്ടാക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. നിറച്ച ആൾക്കാരാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടിയും പോകുന്നുണ്ട്. ഇവിടുത്തെ കരിക്കൊന്ന് കഴിച്ചു നോക്കാം. ചൈനയിലെ കരിക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയട്ടെ. നല്ല മൂർച്ചയുള്ള കത്തിയാ തോന്നുന്നു കണ്ടിട്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലും ബ്ലോഗ്സിലും ഒക്കെ. ഇങ്ങനെ എനിക്കറിയാത്തില്ല, അതിൻ്റെ ഒരു ഷേപ്പിനെ ആ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വരില്ലേ. നമ്മുടെ പനന്തൊങ്കൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ കരിക്കിന്റെ ടേസ്റ്റ് അല്ല, പനന്തെങ്കിന്റെ ടേസ്റ്റ് വരുന്നത്. ഒരു കള്ളിന്റെ ടേസ്റ്റ് വരുന്ന പോലെ തോന്നിയില്ലേ? കള്ളിന്റെ ടേസ്റ്റ് അല്ല, നമ്മളവിടെ കരിക്ക് വാടില്ലേ, അറിയില്ല, ആ ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ കരിക്കിന്റെ ടേസ്റ്റ് അല്ല അല്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ കരിക്കിനെ കടിച്ച് പറയാണ്. ഹനുമാൻ ലങ്കയിലേക്ക് പോയി പോണേ. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. സമയം കുറവാണ്. ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കോണിന്റെ പപ്പടാണിത്. ഇത് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. 4 രൂപ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിടിച്ചേ, എന്റെ കാഷ്യറിന്റെ ഞാൻ ക്യാഷ് വാങ്ങട്ടെ. താങ്ക് യു. നീ ടേസ്റ്റ് ചെയ്തോ? എനിക്കിത് അത്ര പീച്ച്, എനിക്ക് അത്ര നല്ല ചൂടുണ്ട്. യെസ്, കേറുന്നോ? കേറിക്കിങ്ങട്. നമ്മളിങ്ങനെയാണ് ഇവരൊക്കെ മയപ്പെടുത്തേണ്ടത്. ഇതിന് നല്ല ചൂടുണ്ട് കേട്ടോ. എന്താ സാധനം എനിക്കറിയില്ല. നോക്കട്ടെ. നമ്മുടെ പഴംപൊരിയില്ലേ, പഴംപൊരിക്ക് പകരം ഉള്ള ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പഴംപൊരി ടേസ്റ്റ് ആണോ? പഴംപൊരി 1 കിലോ തിന്നുന്ന ആളാണ്. നല്ല ചൂടുണ്ട്. മറ്റേ പഴംപൊരി അത്ര മധുരമില്ല. ഓൾമോസ്റ്റ് പഴംപൊരി പോലെയാണ്. നമ്മൾ ഉണ്ടാക്കിയ പഴംപൊരി, അതായത് നമ്മൾ കിങ്സിലേക്ക് ഉണ്ടാക്കിയ മധുരമില്ലാത്ത പഴംപൊരി പോലത്തെ പഴംപൊരി. ഞാൻ മൈക്ക് ഇത്ര നേരം ഓഫായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം കിട്ടിയെന്നുള്ളത്. അല്ലാത്ത സൈഡിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത് പഴംപൊരിയുടെ പോലത്തെ എന്ന് ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഫ്രൂട്ടാണ് അവര് ഇതിനുള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് കേട്ടോ. പറയൂ, എഴുത്. ഹൗ മച്ച് പ്രൈസ്? ഒരെണ്ണത്തിന് 5. ഓക്കെ യാ. ഇങ്ങനെയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. ഓക്കെ, 5 യൂറോ.
ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്കിവിടെ കച്ചവടം നടത്താം. അപ്പൊ ഞാൻ കാണിച്ചില്ല ഇങ്ങനെ കച്ചവടം നടത്തും. എല്ലാം കൂടി ആയില്ലോ. അത് അവർക്ക് കൊടുക്കാറുണ്ട്. അതിനങ്ങോട്ട് പോയേ. ആണോ? അയ്യോ, ഇത് വെച്ചോട്ടെ. സാധനം മനസ്സിലാവുന്നില്ല. കോണാന്ന് തോന്നുന്നുണ്ട്. കോണാണെന്ന് എനിക്ക് മനസ്സിലാവണേ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് എനിക്ക് അത്ര തൃപ്തി വന്നില്ല. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടാ. അപ്പൊ എല്ലാം ട്രൈ ചെയ്യണല്ലോ. അപ്പൊ നമുക്ക് ഇത് ആർക്കെങ്കിലൊക്കെ കൊടുത്തിട്ട് വരാം. അന്നേരം നമുക്ക് അടുത്തത് കഴിക്കാനായിട്ട് പോവാം. അതുകൊണ്ടല്ല ഇനി കഴിക്കാണ്ടിരിക്കുന്ന. ഇതൊരു വേറൊരു സാധനം. വെജിറ്റേറിയനാ. അതൊരു അതിന്റെ മുകളിൽ നമ്മൾ പഴംപൊരി പോലെ ഉണ്ടാക്കിയേക്കണതാ. ടെൻഷൻ ഉണ്ടാവും. വികാരമില്ലാത്ത വികാരം. അതെ, നമുക്ക് എന്താണോ മൂഡ് അതാണ് മൂഡ്. ഒട്ടും ഇവിടെയൊക്കെ ഇത് അമ്മ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത സാധനം. ഇത് ടേസ്റ്റ് ഇല്ലേ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരെ ഫേസ് കാണിക്കാത്തത് എന്നുണ്ടെങ്കിൽ, നമ്മളൊരു സാധനം ഓർഡർ ചെയ്തതിന് ശേഷം അവർ ഫേസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അവർ ഫേസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് കുറവാണ്. കച്ചവടമാക്കി. അപ്പം നമ്മൾ ഒരു പൊമഗ്രേറ്റിൻ്റെ ജ്യൂസ് വാങ്ങാൻ വേണ്ടി പോവാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര മധുരം എന്ന് വെച്ചാൽ ഭയങ്കര മധുരമാണ്. അത് നമ്മളോട് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിയാല പൊമഗ്രേറ്റ് നല്ല ടേസ്റ്റാണ് എന്നുള്ളത്. സോ അപ്പം തന്നെ ഫ്രഷായിട്ട് അടിച്ചു തരുന്നതാണ് കേട്ടോ. മറ്റോടത്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, എന്നിട്ടാണ് തരുന്നത്. ഇത് ഫ്രഷാണ്. അത് കാരണം കൊണ്ട് എനിക്ക് വാങ്ങാൻ വിചാരിച്ചേ. ഞങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, എത്ര ചെറിയ കടയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്ലീൻനെസ് എടുത്ത് പറയേണ്ട കാര്യമാണ്. അത്ര ക്ലീൻ ആയിരിക്കും. അതേപോലെ അവരുടെ പ്രസൻറ്റേഷൻ കണ്ടോ നിങ്ങൾ? ഇത് വെറും ഒരു തട്ടുകട പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ എനിക്കറിയില്ല അവരെങ്ങനെ അതൊക്കെ ഇത്രയും ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. പിന്നെ താഴ്ഭാഗം നോക്കി നിങ്ങൾ നടന്ന് അത് സ്മൂത്തായി വഴുതി പോകുന്ന രീതിയിൽ അത്ര മിനുസത്തിലായിട്ടുണ്ട്. പിന്നെ ഇവർക്ക് അറിയാവുന്ന ആകെ ഒരു വേർഡ് എന്ന് പറയുന്നത് ഹലോ മാത്രമാണ് കേട്ടോ. ഓക്കെ, ഓഫ് കോഴ്സ് ഫ്രഷ് സാധനമാണ്, എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ? എനിക്കറിയായിരുന്നു, അതാ ഞാൻ പറഞ്ഞു നിന്നോട് ഒരെണ്ണം കൂടി വാങ്ങാന്ന്. അവിടുന്ന് ഞങ്ങള് എവിടുന്ന ടെറാക്കോട്ടയിൽ നിന്ന് പോന്നപ്പോൾ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സാധനം ഉണ്ടല്ലോ, ഒരു ഷുഗറിലട്ടെ ഇതില്, എന്നിട്ടാണ് ഇത്ര മധുരം വരുന്നത്. വേറെ ലെവൽ. ഇതാണ് കോണോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പപ്പടം. ഇതിവിടെ ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ നമ്മൾ കോണിന്റെ ഒരു ബിസ്ക്കറ്റ് കഴിക്കാറില്ലേ നാട്ടില്, അതിന്റെ ഒരു ടേസ്റ്റ് ആണ്. സ്പൈസി വേണോ? സ്പൈസി ടേസ്റ്റ് ഉണ്ട്. നീ ഒന്ന് കഴിച്ചു വെക്കാം. സ്പൈസി മതിയല്ലേ? ഇതാകുമ്പോൾ ഒന്നുമില്ല, പ്ലെയിനാ. അത് നമ്മുടെ ഭാഷ സംസാരിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കുന്നുണ്ട്. ഒരാൾ കുറേ നേരം ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ നിൽക്കുന്ന ആള് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താ ചെയ്യണേ, നമ്മൾ എങ്ങനെയാണ് വീഡിയോ എടുക്കണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപദ്രവിക്കാൻ ഒന്നിനുമല്ല. അവർക്ക് ആ സന്തോഷം കൂട്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എത്രയായിരുന്നു ചിന്ന? 15. നമ്മൾ പറഞ്ഞില്ല ഓൾറെഡി ഇവിടെ ഭയങ്കര ക്ലീൻ ആണെന്നുള്ളത്. എന്താ എപ്പോഴെപ്പോഴും ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് ബിന്നിൽ നിന്ന് വേസ്റ്റ് അപ്പാപ്പ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർ ബാരിക്കേഡ് വെച്ച് അതിനെ മാറ്റി. കണ്ടോ എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് ആ കാര്യം ചെയ്യണേന്ന് നോക്കിയേ. നമ്മളോട് ഗൈഡ് പറഞ്ഞത് ആകെ 200 മീറ്റർ ആണ് ഈ പറയുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് ഉള്ളൂ, ഈ മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഉള്ളൂ. എന്നിട്ട് അതിൽ ആൾക്കാരും തിരക്കും നിങ്ങൾ കാണണം. ഞാൻ വിചാരിച്ചു പാറ്റിയും പല്ലിയും പഴുതാനൊക്കെ ഉണ്ടാവുന്നതാണ്, പക്ഷെ പാറ്റിയും പല്ലിയും പഴുതാനൊന്നും കണ്ടില്ല. ഇതാണ് ബിയാ നൂഡിൽസ്. കണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ.
ഇതാണ് അതിന്റെ സാമ്പിൾ വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല എത്ര ക്ലിയർ ആവുന്നുണ്ട് എന്റെ സൗണ്ട് എന്നുള്ളത്. ഭയങ്കര ഒച്ചിന്റെ ബഹളമാണ് കേട്ടോ. എന്തൊരു ചെയ്യണ ചൂടുവെള്ളം നന്നായി ഒഴിക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. പിന്നെ ഐസ്ക്രീമുകളുണ്ട്. മോച്ചയുടെ ഐസ്ക്രീമാണ് ഇവിടെ ഫേമസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിന്റെ ഒരു മഫിൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. പക്ഷെ എനിക്കത് പറ്റിയില്ല കേട്ടോ. നമ്മൾ കാണാത്തതും നമ്മൾക്ക് പേരറിയാത്തതുമായിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. മെയിൻലി ഇവര് നോൺ വെജ് തന്നെയാണ് കഴിക്കാറുള്ളത്. സ്ട്രീറ്റ് ആണ് എന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ മുസ്ലിംസ് ഇങ്ങനെ നടക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് ഇങ്ങനെ നമ്മൾ നല്ല തട്ടൊക്കെ ഇട്ട് നടക്കില്ലേ, അതൊന്നുമില്ല. അതിന് പകരം എന്താ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ മുമ്പത്തെ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ഇങ്ങനെ കാശ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് വാടകയ്ക്ക് കിട്ടും. അപ്പൊ അത് വരുന്നവരൊക്കെ ചെയ്യും. അതായത് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരെല്ലാവരും ഇങ്ങനത്തെ ചെയ്യും. പിന്നെ ഈ ഒരു ഒക്ടോബസ് രീതിയിലുള്ള സാധനം ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. പല കടകളിലായി ഞാൻ കാണുന്നത്. പിന്നെ നമ്മളെ ഡെക്ക്, നമ്മൾ ബീജിങ്ങിൽ പോയപ്പോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഡെക്കിന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഡെക്കും ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഇവിടത്തെ സ്മെല്ല് വരുന്നുണ്ട്, നല്ല മസാലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഡ്രാഗന്റെ വായന്ന് പുക വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് അറിയോ? ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ആൾക്കാരെ ആകർഷിക്കാനായിട്ടുള്ള പരിപാടിയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഷോപ്പിംഗ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. ഇത്ര നേരം നമ്മൾ ഫുഡിന്റെ അടുത്തായിരുന്നു. അപ്പൊ നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ജെയ്ഡ് അതേപോലത്തെ സ്റ്റോണുകൾ വരുന്ന സാധനങ്ങളൊന്നും വാങ്ങരുത്, കാരണം ഇവിടുത്തെ അതൊന്നും ശരിക്കുള്ളതാവില്ല, ദുബായിരിക്കും. അപ്പൊ അതൊന്നും വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നും വാങ്ങാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് നാളെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഉണ്ട്. 2 ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് നമുക്ക് ചൈനയിൽ എടുക്കാനുണ്ട്. സോ നമുക്ക് 20 kg ആണ് നമുക്ക് ചെക്ക്ഡ് ഇന്നില് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സോ അത് കാരണം കൊണ്ട് നമുക്ക് ഇവിടുന്ന് എന്ത് വാങ്ങിച്ചാലും നമുക്ക് പെട്ടിയിൽ വെക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ ഓൾറെഡി നെതർലാൻഡ്സിൽ നിന്ന് പോകുന്നപ്പോഴേ 20 വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ലാസ്റ്റ് പോകുന്ന എനിക്ക് ഇവിടുത്തെ ആ ഒരു കുറച്ച് അലർജിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ ആ ഒരു പഞ്ഞി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പഞ്ഞി മൂക്കിലേക്ക് വരുന്നുണ്ട്, അതാണ്. ഓക്കെ, അപ്പോൾ അത് കാരണം കൊണ്ട് ലാസ്റ്റ് പോകുന്ന ദിവസമാണ് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ആൾക്കാർ അതിന് കാണാൻ നോക്കാം. ഇനി അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ കടകൾ ഇങ്ങനെ ഉള്ളിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ എവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, വേറെ എവിടെയോ പോയിപ്പോ ഡൽഹിയിലൊക്കെ നമ്മൾ പോവില്ലേ, സരോജിനി മാർക്കറ്റിലൊക്കെ പോവില്ലേ, അതേപോലെയാണ് അങ്ങോട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നമ്മള് കുറെ പേര് അങ്ങോട്ട് പോയിണ്ട്, തിരിച്ചു കിട്ടിയ ഭാഗ്യം. നമുക്ക് ഇനി തിരിച്ചു നടക്കാം. അടുത്ത ആൾക്കാർ ഷോപ്പിംഗ് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. പോയ പോലെയല്ലല്ലോ വന്നേക്കുന്നത്. ഇത് നമുക്ക് ആ സ്ട്രീറ്റിൽ നിന്ന് നല്ല ചീപ്പായിട്ട് കിട്ടി. ഇത് റിജക്റ്റഡ് പീസ് ആണ്, പക്ഷെ അത് നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഈ ഹാറ്റ് നമുക്കിപ്പോ എവിടുന്ന് എങ്ങാണ്ട് കിട്ടി, എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല ഹാറ്റാണ്. പിന്നെ ഇപ്പൊ നമ്മള് സ്റ്റാർബക്സിൽ കയറി, അവിടുന്ന് ഒരു മാച്ച ട്രൈ ചെയ്തു, അത് നല്ലതായിരുന്നു. പിന്നെ അവിടുത്തെ തിരമിസു ട്രൈ ചെയ്തു, നല്ല തിരമിസു ഉണ്ട്. അത് 35 യുവാനിന് വർത്തിട്ടാണ്. അപ്പൊ അത്രയും നമ്മൾ നമ്മുടെ അവിടെ അമ്പ് പെരുന്നാളിന് അമ്പ് വെക്കില്ലേ, അതേപോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ തലയിൽ വെക്കുന്നത്. യെസ്, ഇത് നമ്മള് നേരത്തെ കഴിക്കാൻ കയറിയ എവിടെയെങ്ങാണ്ട് കയറിയപ്പോ അവിടുന്ന് ഒരു ചേച്ചി കുത്തി തന്ന, അപ്പൊ അതെടുത്തു. 20 യുവാനായിരുന്നു, അതും വലിയ കുഴപ്പമില്ല, വർത്തിട്ടാണ്. അത്രേ ഉള്ളൂ. നോക്കട്ടെ, ഇനി ക്യാഷ് കൊടുത്ത അമ്മയുടെ അഭിപ്രായം അറിയട്ടെ. ജാക്കറ്റിനും ഹാറ്റിനും ഞാനാണ് ഗൈസ് കാശ് കൊടുത്തത്. ഇവിടെ കൊച്ചുമക്കൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അപ്പാപ്പൻസ് ആൻഡ് അമ്മാമാസ്. ഇവർക്കൊക്കെ നല്ല പ്രായമുണ്ട്, കാണുമ്പോ തോന്നുന്നില്ല എന്നുള്ളൂ, നല്ല പ്രായമുണ്ട്, സമ്മതിച്ചു തരുന്നില്ല എന്നുള്ളൂ. നമ്മുടെ കൂട്ടത്തില് ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയ ആൾക്കാരെ കണ്ടാ? ദേ 42,000 രൂപയ്ക്ക് ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയ ആൾക്കാരെ കാണിച്ചു തരാം. ആ ഗിഫ്റ്റ് കിട്ടിയ ഭാഗ്യവതികളെ കൂടെ തിരിയൂ. നോക്കട്ടെ, അതെ, ഇതൊന്ന് പിടിച്ചേ, ബൈക്കൊന്ന് പിടിച്ചേ. ഓക്കെ, അപ്പൊ
ഇവർക്കാണ് 42,000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ കിട്ടിയ ആൾക്കാര്. ആ കാര്യം ഒന്ന് പറഞ്ഞേ, എന്തുണ്ടായെന്ന് പറയും. ഞങ്ങള് 2 സ്ലൈഡ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 3 കൂപ്പൺ തന്നു. ഞാൻ സ്ക്രാച്ച് ചെയ്തപ്പോ ഞാൻ സ്ക്രാച്ച് ചെയ്ത കൂപ്പണിൽ 3000 യുവാന്റെ ഒരു പ്രൈസ് എടുത്തു. ആ പ്രൈസ് ഇങ്ങോട്ട് കിട്ടത്തില്ല. പ്രൈസിന് പകരം ഒരു ജ്വല്ലറി വാങ്ങണം. ജ്വല്ലറി വാങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് 3499 യുവാനാണ് വില. 499 യുവാൻ അങ്ങോട്ട് കൊടുത്തു, ജ്വല്ലറി വാങ്ങിച്ചു. സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് കാശ് ലാഭം കിട്ടിയില്ലേ? ലാഭം കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കാം, സന്തോഷിച്ചു പോവാം. ഇതാണ് ചൈനക്കാരുടെ പരിപാടി. ഷോപ്പിംഗ് കഴിഞ്ഞ് എല്ലാവരും നല്ലപോലെ ക്ഷീണിച്ച് തളർന്നിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാൻ പോട്ടെ. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ എന്തായാലും അടുത്ത വ്ളോഗിൽ കൂടെ പറയാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.